അപ്പോൾ നമ്മുടെ ഇമേജ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ താഴെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രേഡിയൻറ്റ് മാപ്പ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രേഡിയൻറ്റ് എഡിറ്ററിൽ വന്നിട്ട് പ്രീസെറ്റ് ബേസിക് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രീസെറ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഗ്രേഡിയൻറ്റ് മാപ്പിൻ്റെ മാസ്ക് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടോപ്പിൽ ഇമേജിൽ വരുന്നു. ഇമേജിൽ അപ്ലൈ ഇമേജ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമ്മുടെ ലെയർ ഞാൻ മെർജ്ഡ് കൊടുക്കുന്നു, ചാനൽ RGB കൊടുക്കുന്നു, ബ്ലെൻഡിങ് മോഡ് മൾട്ടിപ്ലൈ കൊടുക്കുന്നു, ഒപ്പാസിറ്റി 100 കൊടുത്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സ്കിൻ ടോണിലേക്ക് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെലക്ട് ചെയ്യുന്നു. അതിൽ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടീസ് പാനലിൽ വന്നതിന് ശേഷം നമ്മുടെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന് പറയുന്ന ലെയർ ഒന്ന് ഗ്രേഡിയൻറ്റ് മാപ്പിലേക്ക് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുന്നു. ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തതിന് ശേഷം ഇവിടെ കളറൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സാച്ചുറേഷൻ ഞാനൊരു 50 കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഹ്യൂ നമ്മുടെ സ്കിൻ ടോൺ ഒരു ഗോൾഡൻ കളറിലേക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് 38 കൊടുക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഗോൾഡൻ സ്കിൻ ടോൺ നമുക്കിവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കിൻ ടോണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് നമുക്ക് ഈ ഒരു കളർ പോകുന്നുണ്ട്. സോ അത് നമ്മുടെ സ്കിന്നിൽ മാത്രം നമുക്ക് മതി. അതിനായിട്ട് ഞാൻ ഈ ലെയർ മാസ്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ക്വിക്ക് സെലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് നമ്മുടെ സ്കിന്നുള്ള ആ ഒരു ഏരിയ മാത്രം ഞാൻ ബേസിക്കായിട്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മാസ്ക് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ സ്കിൻ ടോൺ നമ്മുടെ സ്കിന്നുള്ള ഏരിയയിൽ മാത്രമായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കിയിട്ട് ഈ കണ്ണിലൊക്കെ ഉള്ള ആ ഒരു ഗോൾഡൻ കളർ ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗോൾഡൻ സ്കിൻ ടോൺ നമുക്കിവിടെ സെറ്റായിട്ടുണ്ട്. ദിസ് ഈസ് ബിഫോർ, ദിസ് ഈസ് ആഫ്റ്റർ. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഗോൾഡൻ സ്കിൻ ടോൺ നമുക്കിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അടുത്തടുത്ത ഏതൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്യുക.